ചിഹ്നത്തിൽ കിട്ടുന്ന വോട്ട് മുരളിക്ക് കിട്ടില്ല. കരുണാകരനും കരുണാകരന്റെ മക്കളും കേരളത്തിന്റെ ചരിത്രത്തിൽ തൃശ്ശൂർ നിലനിർത്തില്ല, ഇങ്ങനെ തൊണ്ടുപോലില്ല. അത് കാരണം കൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി വരുന്ന ഞാൻ വിചാരിക്കണം. സുരേഷ് ഗോപി ചങ്കുറപ്പാ, ഉറപ്പാ തരുമെന്ന്, ജയിക്കും, എനിക്ക് ജയിക്കുമെന്ന് ഉറപ്പാ. ഉറപ്പാ. എന്തുകൊണ്ടാ? സ്ഥാനാർത്ഥി അത്ര നല്ല സ്ഥാനാർത്ഥിയാണ്. പുള്ളി രാഷ്ട്രീയമോ അല്ലെങ്കിൽ ജാതിയോ മതമോ നോക്കിയിട്ട് ഒരാളെ സഹായിക്കുകയോ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. പിന്നെ ഒരു സിനിമാ നടന്നുള്ള ഒരു ബ്രാൻഡ് നോക്കേണ്ട കാര്യമില്ല. ഓരോ തിരഞ്ഞെടുപ്പിലും ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്താണ് തിരഞ്ഞെടുപ്പിന് ജനങ്ങൾ വോട്ടിംഗ് ബൂത്തിലേക്ക് എത്തുക. ഇത്തവണ തൃശ്ശൂരിലെ ജനങ്ങൾ എന്ത് വിഷയത്തെ ചർച്ച ചെയ്താണ് വോട്ടിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരാണ്. നമുക്ക് തൃശ്ശൂരിലെ ജനങ്ങളിലേക്ക് ഒന്ന് പോയി വരാം. നമ്മുടെ ഇത്തവണത്തെ ഇലക്ഷനിൽ ആര് ജയിക്കുന്ന? മുരളീധരൻ ജയിക്കും. എന്തുകൊണ്ടാ? സ്ഥാനാർത്ഥി അത്ര നല്ല സ്ഥാനാർത്ഥിയാണ്. മുരളീധരൻ അത്ര. നമ്മുടെ സിറ്റിംഗ് എം പി ആയ CN പ്രതാപനെ മാറ്റിയിട്ടാണ് ഇപ്പോൾ ഒരു ലാസ്റ്റ് ടൈമിലേക്ക് മുരളീധരൻ വന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെയാ നോക്കി കാണുന്നത്? സ്ഥാനാർത്ഥിത്വം 7 മാസമായി വിദ്യാഭ്യാസ കിട്ടിയത് അറിയാവോ? ആട്ടിന് പോയി പല്ല് പോയേക്കുന്നുണ്ടോ? പല്ല് പോയേക്കുന്നുണ്ടോ? വണ്ടി ഒരു കാറുകാരൻ വണ്ടി കൊണ്ട് ഇടിച്ചിട്ട് നിർത്താതെ പോയതാ. പല്ല് പൊട്ടി, തലയും പൊട്ടി, കൈ ഒടിഞ്ഞ്, കാല് ഒടിഞ്ഞ്, മൂക്കറ്റ ബ്ലഡ് വരുക. പാട്ടിന് അസുഖം. ഒരു 3 സെന്റ് വസ്തുവില്ല, വാടകയ്ക്ക് താമസിക്കാം. 3 സെന്റ് വസ്തുവിന് ധനസഹായത്തിനുണ്ട്. പിണറായി തന്നില്ല. അവന്റെ ആളുകൾ നവകേരളത്തിന് അവിടെ ഇരുന്നു തന്നില്ല. കോൺഗ്രസ്സുകാരെയൊക്കെ കണ്ട് കോൺഗ്രസ് ഭവനിൽ ചെന്ന് പറഞ്ഞപ്പോ പറഞ്ഞേ, ഇപ്പൊ ഭരിക്കുന്നവനോട് പറഞ്ഞു ഞങ്ങൾക്കത് കൊടുക്കുന്ന പണിയില്ലെന്ന്. സുരേഷ് ഗോപിയെ വോട്ട് പിടിക്കാൻ വന്നപ്പോഴേ, ഇതിന്റെ ആദ്യമായിട്ട് വന്നപ്പോഴേ അതിന്റെ ആളുകളെ കണ്ടപ്പോ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഞങ്ങൾ വോട്ട് പിടിച്ച് ജയിച്ചല്ല, ഞങ്ങൾ വോട്ടിൽ നിൽക്കുന്നു, ജയിക്കുന്ന നോക്കിയല്ല, ഞങ്ങളെ ചേച്ചിക്ക് തന്നിരിക്കും 3 സെന്റ് 5 സെന്റ് വസ്തുവിനകത്തൊരു വീട് വെച്ച് തന്നിരിക്കും. അത് അവരെല്ലാം എഴുതി കൊണ്ടുപോയി. ഞാൻ കഴിഞ്ഞ ആഴ്ച അവരെ കണ്ട് എഴുതിക്കൊണ്ട്. ഉറപ്പാ എനിക്ക് സുരേഷ് ഗോപി ചങ്കുറപ്പാ, ഉറപ്പാ തരുമെന്ന്, ജയിക്കും, എനിക്ക് ജയിക്കുമെന്ന് ഉറപ്പാ. ഉറപ്പാ. തൃശ്ശൂര് പാർലമെന്റ് മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 നിയോജക മണ്ഡലം എന്താണ് ഇവിടെ VS സുനിൽകുമാർ ജയിക്കും. വേറൊരു കഥയില്ല. കാരണം 7 നിയോജക മണ്ഡലത്തിനും ലീഡ് ചെയ്യുന്ന സ്ഥാനാർത്ഥി സുനിൽകുമാറാണ്. ഇവിടെ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് ഇവിടെ സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും ഒപ്പത്തോടൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിന്നാണ് കടന്നു കഴിഞ്ഞാൽ നാട്ടിക നിയോജക മണ്ഡലം ഉണ്ട്. ഈ നാട്ടിക നിയോജക മണ്ഡലം പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തിന്റെ കുത്തക സീറ്റാണ്. ഈ സീറ്റിൽ ഇവിടെ 2 തവണ 3 തവണ MLA ആയിട്ടുള്ള സുനിൽകുമാർ. ഈ പഴയ ചേർപ്പ് നിയോജക മണ്ഡലം ഇപ്പൊ പറയുന്നത് ഈ നാട്ടിക നിയോജക മണ്ഡലമാണ്. അവിടെ മുന്നിൽ ജയിച്ചിട്ടുള്ള ആളാണ് ഈ സുനിൽകുമാർ. അവിടെ സുനിൽകുമാർ നല്ല രീതിയിൽ ലീഡ് ചെയ്യും. പിന്നീടുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യൻസിയിലും സുനിൽകുമാർ ലീഡ് ചെയ്യും. സുരേഷ് ഗോപിക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന തൃശ്ശൂർ നിയോജക മണ്ഡലം മാത്രമല്ലോ. പലരും പുള്ളി ചെയ്യുന്ന സഹായങ്ങൾ കൂടുതലും രാഷ്ട്രീയം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളി ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിട്ടുള്ളത് വയനാട്ടിലാണ്, പിന്നെ പാലക്കാടാണ്. ഇവിടെ ഒന്നും പുള്ളി നിൽക്കുന്ന പോലുമില്ല. പുള്ളിക്ക് രാഷ്ട്രീയം നോക്കി സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് തൃശ്ശൂർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സഹായങ്ങൾ ചെയ്യാറുണ്ട്. പുള്ളി ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിട്ടുള്ള വയനാടും പാലക്കാട് പോലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ആ പറയുന്നതിൽ തീർച്ചയായും നമുക്ക് യോജിക്കാൻ കഴിയില്ല. പുള്ളി രാഷ്ട്രീയമോ അല്ലെങ്കിൽ ജാതിയോ മതമോ നോക്കിയിട്ട് ഒരാളെ സഹായിക്കുകയോ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. പിന്നെ ഒരു സിനിമാ നടന്നുള്ള ഒരു ബ്രാൻഡ് നോക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ തവണ പുള്ളിയെ മത്സരിച്ചപ്പോൾ എല്ലാവരും ഒരു സിനിമാ താരം എന്നുള്ളൊരു രീതിയിൽ മാത്രമാണ് പുള്ളീനെ കൂടുതൽ അടുത്തറിയാൻ പലർക്കും സാധിച്ചിട്ടുണ്ട്. ഈ 5 വർഷത്തെ ആളുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ നേരിട്ട് വിലയിരുത്തിയതിന് ശേഷമാണ് കൂടുതൽ ജനങ്ങൾ പുള്ളിനും അടുത്തറിഞ്ഞു. സുനിൽകുമാറിനൊപ്പമാണ് എല്ലാവരും. ജനങ്ങൾക്ക് അധികം കൃഷി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ കൃഷിക്കാരോടൊപ്പം പാടത്തിറങ്ങി കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളാണ്. ഗ്രൗണ്ട് റിയാലിറ്റീസാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. സാധാരണ ഒരു കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളോടൊക്കെ വളരെ പ്രയാസകരമായി സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ ജനങ്ങളുടെ ആവശ്യങ്ങളും നാടിൻ്റെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും പാവപ്പെട്ട നിലയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കൂടുതൽ മനസ്സിലാവും. ചിഹ്നത്തിൽ കിട്ടുന്ന വോട്ട് മുരളിക്ക് കിട്ടില്ല. കരുണാകരനും കരുണാകരന്റെ മക്കളും കേരളത്തിന്റെ ചരിത്രത്തിൽ തൃശ്ശൂർ നിലനിർത്തില്ല, ഇങ്ങനെ തൊണ്ടുപോലില്ല. അത് കാരണം കൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി വരുന്ന ഞാൻ വിചാരിക്കണം. തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും ഒപ്പം പിടിക്കാൻ പറ്റുള്ളൂ. വേറൊരു നിയോജക മണ്ഡലത്തിലും ഗുരുവായൂരും നാട്ടികയിലും അതുപോലെ
ബാക്കിയുള്ള നിയോജകങ്ങളെല്ലാം ഇരിങ്ങാലക്കുടയിലും ഒന്നും പുതുക്കാടൊന്നും സുരേഷ് ഗോപി നിലം തൊടില്ല. സുനിൽകുമാർ നല്ല ഭൂരിപക്ഷം ജയിക്കും. വേറൊരു കഥയില്ല. വേറൊരു കഥയില് വേറൊരു കഥയും വേണ്ട ചേട്ടാ.